ഇതുപോലുള്ള ക്ലബ്ബുകളിലൊക്കെ കയറുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. 2 വർഷം മുമ്പ് വരെ ഈ ക്ലബ്ബുകളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. അതായത് ഇത് ഭയങ്കര ഭീകരമായിട്ട് ക്ലബ്ബുകൾക്കിടയിലുള്ള കോമ്പറ്റീഷനാണെന്ന് തോന്നുന്നു. ഇതുപോലുള്ള ക്ലബ്ബുകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഇന്ത്യക്കാരാണ്. ഈ ക്ലബ്ബ് നടത്തുന്നതും ഇന്ത്യക്കാർ തന്നെയാണ്. ക്ലബ്ബൊക്കെ അല്ലേ, ലിക്കറൊക്കെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ലിക്കർ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്കാമിലകപ്പെട്ടു പോകും. ഈ ക്ലബിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലബിനകത്ത് കയറിയാൽ കടലിൽ കയറിയ പോലത്തെ ഒരു ഫീലാണ്. ജന്നത്ത് എന്നാണ് ഈ ക്ലബിൻ്റെ പേര്. നമ്മൾ ഈ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് നേരെ ഇതാണ്ടല്ലോ, വാക്കിംഗ് സ്ട്രീറ്റ് ഗസ്റ്റ് ഹൗസ്. നേരെ ഇറങ്ങുന്നത് നൈറ്റ് ലൈഫിലേക്കാണ്. ജൽവ ക്ലബ്ബ് പട്ടായ നമ്മുടെ ഇന്ത്യൻസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇഷ്ടം പോലെ ക്ലബ്ബ് ഇതുപോലെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല കോടികൾ മുടക്കി നല്ല അടിപൊളിയായിട്ട് സ്റ്റെയർ കേസൊക്കെ ഉണ്ടോ ഇവിടുത്തെ. ഇത് രസമായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ജന്നത്ത് ക്ലബ്ബ് ഉണ്ട്. അടുത്തത് ബോസ് ക്ലബ്. അതിൻ്റെ നേരെ കാണുന്നവരുണ്ടാവും ടോണി ബൈ നഷ, പിന്നെ ലീല ക്ലബ്ബ്. ക്ലബ്ബുകളൊക്കെ എത്ര കാശ് മുടക്കി അടിപൊളിയായിട്ട് അവർ ചെയ്തേക്കണം. നമുക്ക് 2 വർഷം മുമ്പ് വരെ ഈ ക്ലബ്ബുകളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. അതായത് ഇത് ഭയങ്കര ഭീകരമായിട്ട് ക്ലബ്ബുകൾക്കിടയിലുള്ള കോമ്പറ്റീഷനാണെന്ന് തോന്നുന്നു. ഇതുപോലെ ഇങ്ങനെ ഭയങ്കര പുറത്ത് കളർഫുള്ളായിട്ട് ഇത് കണ്ടോ. അപ്പം ഇങ്ങനെയുള്ളൊരു സെറ്റപ്പൊന്നും ആയിരുന്നില്ല ഈ പറയുന്ന ഈ നഷ ക്ലബ്ബ്, ടോണീസിൻ്റെ ഈ ക്ലബ്ബൊക്കെ ഇങ്ങനെ ആയിരുന്നില്ല 2 കൊല്ലം മുമ്പ് വരെ. ഇതിപ്പോൾ ഭയങ്കര മൊത്തത്തിൽ ഭയങ്കര ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റിൽ തന്നെ ഇപ്പോൾ 10ഓളം ഹൈഫൈ ക്ലബ്ബുകൾ വന്നു തുടങ്ങി. ഇത് നഷ ക്ലബ്ബ് അതുകൊണ്ടോ നല്ല രീതിയിൽ കാശ് പൊട്ടിച്ചാണ് ചെയ്യുന്നത്. പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഒരു അഡൾട്ട് എൻ്റർടൈൻമെൻറ്റ് സോണാണ്. ഇവിടെ 4 രീതിയിലുള്ള നൈറ്റ് ക്ലബ്ബുകളാണുള്ളത്. അതിൽ ഒരെണ്ണത്തിൽ മാത്രം, ഒരു ടൈപ്പ് ഓഫ് നൈറ്റ് ക്ലബ്ബിൽ മാത്രമാണ് നമുക്ക് ക്യാമറ ഓൺ ചെയ്ത് അകത്ത് എന്തൊക്കെയാണ്, അകത്തെ സൗകര്യങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ ഇതുപോലുള്ള യൂട്യൂബ് വീഡിയോകളിലൂടെ അറിയിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള 3 കൈൻഡ് ഓഫ് നൈറ്റ് ക്ലബ്ബുകൾ ഏതാണെന്നും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് നൈറ്റ് ക്ലബ്ബിൽ, അവിടെയുള്ള ഭൂരിഭാഗം നൈറ്റ് ക്ലബ്ബുകൾ ഏറ്റവും കൂടുതൽ വരുന്ന ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ നൈറ്റ് ക്ലബ്ബുകൾ തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എവിടെയാണ് നമ്മൾ കയറേണ്ടത്, ഏത് നൈറ്റ് ക്ലബ്ബിലെ ആംബിയൻസ് ആണ്, ഇവിടുത്തെ സൗണ്ടാണ്, ഇവിടുത്തെ മ്യൂസിക്കാണ്, ഇവിടുത്തെ ലൈറ്റിംഗ് ആണ് നല്ലത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാവും. അവിടെ എല്ലാ നൈറ്റ് ക്ലബ്ബിലും കയറി അവിടുത്തെ വീഡിയോസ് എല്ലാം ഇതിൽ ഒന്നിന് പുറകെ ഒന്നായി വരുന്നുണ്ട്. ഈ നൈറ്റ് ക്ലബ്ബിൽ ഞാൻ താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ കാണുന്ന വാക്കിംഗ് സ്ട്രീറ്റ് ഗസ്റ്റ് ഹൗസ് ആണ്. നൈറ്റ് ക്ലബ്ബ് മാത്രമല്ല, നല്ല അടിപൊളി സീ ഫുഡ് കിട്ടുന്ന സ്ഥലം കൂടിയാണ് പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇനി ക്ലബിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 4 ഒക്കെ കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ 3 4 എന്നുള്ളത് മുഴുവൻ ഇതുപോലുള്ള നൈറ്റ് ക്ലബ്ബിൽ ഡാൻസ് എല്ലാം കണ്ട് മ്യൂസിക് എല്ലാം ആസ്വദിച്ച് കഴിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ ഈ ഡ്രിങ്കിൻ്റെ മെനു എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇവിടുത്തെ അളവ്, നമ്മളിപ്പോൾ 30 അല്ലെങ്കിൽ 60 ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഒരുപാട് ഐസ് ഇട്ട് അതിനകത്തേക്ക് ഒഴിക്കുന്നത് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അളവിലായിരിക്കില്ല. അപ്പോൾ സ്ഥിരമായിട്ട് 30 കണ്ടു കഴിഞ്ഞാൽ തന്നെ 30 ഉണ്ടോ 60 ഉണ്ടോ എന്ന് അറിയുന്നവർ ഇതൊരു സ്കാം ആണെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ റൂമിലിരുന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും സ്ഥലത്ത് അത്യാവശ്യം നമുക്ക് ഒരു വൈബ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലുള്ള ക്ലബ്ബുകളിൽ കയറി ആ ഒരു അറ്റ്മോസ്ഫിയർ, ആംബിയൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു രീതിയായിരിക്കും കുറച്ചുകൂടി ഫലപ്രദമായിട്ടുള്ളത്. ഈ കാണുന്നത് ജൽവ എന്ന് പറയുന്ന ക്ലബ്ബാണ്. ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ ആക്റ്റീവ് ആവും. പിന്നെ നമ്മളുടെ കയ്യിലുള്ള ഡ്രിങ്ക്സോ കാര്യങ്ങളോ തുടങ്ങി ഒന്നും ഇതിനകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കയറുന്നതിന് മുമ്പ് ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ ജൽവ എന്ന് പറയുന്ന ക്ലബിൻ്റെ ആ ഒരു ആംബിയൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾക്ക് ഈ ക്ലബ്ബ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഈ ക്ലബ്ബാണ് നല്ലത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോകാം. ഇതുപോലുള്ള അവിടെയുള്ള ഓൾമോസ്റ്റ് പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്ലബ്ബുകളും ഈ വീഡിയോയിൽ 1 by 1 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ജൽവ ക്ലബിൻ്റെ അകത്തെ കാഴ്ചകൾ ഇതെല്ലാമാണ്.
തിരിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ ആ സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ കാശ് മുടക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടുത്തെ എല്ലാ ക്ലബ്ബുകളും പണിതിരിക്കുന്നത്. വേറെ ലെവലാണ്. 2 വർഷം മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇതിപ്പോൾ ഇനി അങ്ങോട്ടേക്ക് അടിപൊളിയായിരിക്കും പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിന്റെ ആ കാര്യങ്ങളെല്ലാം. ജൽവ ക്ലബ്ബിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ജന്നത്ത് എന്ന് പറയുന്ന ക്ലബ്ബ് ഉള്ളത്. അപ്പോൾ ജന്നത്ത് കുറച്ച് നേരം നിങ്ങൾക്ക് ജൽവയിൽ സ്പെൻഡ് ചെയ്തിട്ട് അത് നേരെ ജന്നത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ ജന്നത്ത് എന്ന് പറഞ്ഞ ക്ലബ്ബിലേക്കാണ് എത്തുന്നത്. ഇതാണ് ജന്നത്ത് എന്ന് പറയുന്ന ക്ലബ്ബിലെ കാഴ്ചകൾ. ഈ ജന്നത്ത് ക്ലബ്ബിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉള്ളിലുള്ളതിനേക്കാളും പുറത്ത് കാണുന്ന ഈ ഒരു കാര്യമാണ്. ഇവിടെ നല്ല തിരക്കായിരിക്കും മിക്കപ്പോഴും. ഞാൻ ചെന്ന സമയത്ത് തീരെ തിരക്കില്ലാത്തതാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കടപ്പുറത്താണോ നിൽക്കുന്നത് പോലുള്ള ആ ഒരു ഇല്യൂഷൻ സൃഷ്ടിക്കുന്നത്. കാരണം ക്ലബ്ബിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മദ്യപിച്ചിറങ്ങുന്ന ആളുകൾക്ക് ചെട്ടുന്ന ഇതെന്താണെന്നുള്ള രീതിയിലുള്ള ഒരു ഇല്യൂഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ നല്ല ഭംഗിയിലൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജന്നത്ത് ക്ലബ്ബ് എന്ന് പറയുന്ന ഇവരുടെ ഈ ഒരു മൊത്തത്തിലുള്ള ഒരു ക്രിയേറ്റീവ് സെറ്റപ്പ് കൊണ്ട് തന്നെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു നൈറ്റ് ക്ലബ്ബാണ്. അപ്പൊ ജൽവയും ജന്നത്തും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്? നിങ്ങളത് കമന്റ് ചെയ്യുക. ഇനി നമ്മൾ മൂന്നാമതായി കാണാൻ പോകുന്നത് ബോസ് ക്ലബ്ബ്. ബോസ് ക്ലബ്ബ് എന്ന് പറയുന്നത് ബാക്കിയുള്ള 2 ക്ലബ്ബുകളായിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അവർ നല്ല രീതിയിൽ ഉള്ളിൽ, അതായത് ഇവരുടെ സ്റ്റേജ് എന്ന് പറയുന്നത് ബാക്കിയുള്ള 2 ക്ലബ്ബുകളെക്കാളും കുറച്ചും കൂടി കാണാൻ കുറച്ച് കാഴ്ചയിൽ നല്ല രസമാണ്. പിന്നെ ഇവരുടെ സൗണ്ട് സിസ്റ്റം ബാക്കിയുള്ള 2 ക്ലബ്ബുകളെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ബാക്കി 2 ക്ലബ്ബുകളിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ സ്പേഷ്യസ് ആണ്, എന്നാൽ പോലും ബാക്കിയുള്ള 2 ക്ലബ്ബുകളെക്കാളും കുറച്ചുകൂടി സ്പേഷ്യസ് ആണ് ബോസ് ക്ലബ്ബ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. അപ്പോൾ ഏതായാലും നിങ്ങൾ ബോസ് ക്ലബ്ബിന്റെ മൊത്തത്തിലുള്ള കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോസ് ക്ലബ്ബിന്റെ അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറി നിങ്ങൾ ബാക്കിയുള്ള ഈ ജന്നത്തും ജൽവയും ബോസും ഇത് 3ഉം തമ്മിൽ കമ്പയർ ചെയ്യാം. നമ്മൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്.
ബോസ് ക്ലബ്ബിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള ആ ഒരു ക്ലബ്ബിലേക്ക് ഇറങ്ങുന്നത്. 2 ഫ്ലോറുകളിലായിട്ടാണ് ബോസ് ക്ലബ്ബ് ഉള്ളത്. അത് ബാക്കിയുള്ള ക്ലബ്ബുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ബോസ് ക്ലബ്ബിന്റെ ഒരു പ്രത്യേകതയും കൂടിയാണത്. നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് മഷാൽ എന്ന് പറയുന്ന നൈറ്റ് ക്ലബ്ബാണ്. അപ്പോൾ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മഷാൽ എന്നുള്ള ക്ലബ്ബ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അടുത്തത് മഷാലിൻ്റെ അടുത്ത് തന്നെയുള്ള ലീല എന്ന് പറയുന്ന ക്ലബ്ബാണ്. മഷാൽ എന്ന ക്ലബ്ബായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലീല എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വലിയ ഒരു ക്ലബ്ബാണ്. നല്ല രീതിയിലുള്ള സൗണ്ട് സിസ്റ്റം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഡാൻസേഴ്സ്, മ്യൂസിക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മഷാലിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്ററാണ്. അടുത്ത ക്ലബ്ബ് സൺസ് എന്നാണോ അല്ലെങ്കിൽ സുൻസ് എന്നാണോ എന്നുള്ള ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ ഒന്നും എനിക്കറിയില്ല. ഇതിന് മുമ്പ് വേറൊരു പേരിലായിരുന്നു ഈ ക്ലബ്ബ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്ലബ്ബിന്റെ കാഴ്ചകളൂടെ കാണാം. അടുത്തത് നഷ ക്ലബ്ബാണ്. നഷ ക്ലബ്ബ് എന്ന് പറയുന്നത് കുറേ കാലങ്ങളായിട്ട് ഇവിടെ ഉള്ള ഒരു ക്ലബ്ബാണ്. പക്ഷെ അവർ ഇടയ്ക്കിടയ്ക്ക് റെനോവേഷൻ നടത്തി അവരുടെ സൗണ്ട് സിസ്റ്റം, അവരുടെ ആംബിയൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മാറ്റും. അപ്പോൾ നമുക്ക് നഷ എന്ന് പറയുന്ന ഈ ഒരു ക്ലബിന്റെ കാഴ്ചയിലൂടെ കാണാം.
നിങ്ങൾക്ക് കുറച്ച് മണി സേവിങ് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഈ വീഡിയോയും വോയിസും തമ്മിൽ മാച്ച് ആവില്ല. ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് വോയിസ് ഓവറായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിലുള്ള ഈ ക്ലബ്ബുകളിൽ നടക്കുന്ന ഒരു സ്കാം എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു 30 ml 60 ml ഒക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ക്വാണ്ടിറ്റി ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. കുറേ ഐസ് ഇട്ട് നമ്മളെ പറ്റിക്കുന്ന ഇടപാട് ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് ആ ലൗഡ് മ്യൂസിക്കിൻ്റെ ഇടക്കും ലാംഗ്വേജിൻ്റെ ഇഷ്യൂകളുണ്ട് നമുക്കത് പ്രതികരിക്കാൻ പറ്റില്ല. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബിയറാണ്. അതല്ലാത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രീമിയം ലിക്കറിൻ്റെ ബോട്ടിൽ മൊത്തത്തിലങ്ങ് മേടിക്കാം. അവിടെ ഉള്ളതെല്ലാം പ്രീമിയം ബ്രാൻഡ്സ് ആയിരിക്കും. പിന്നെ നല്ല എക്സ്പെൻസീവ് റേറ്റും ആയിരിക്കും. പക്ഷേ നിങ്ങളൊരു ഗ്യാങ് ആയിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഷിവാസ് 12 ഒരു ബോട്ടിൽ എടുത്തു. 5000 ബാറ്റ് ആയിരിക്കും അവർ ചാർജ് ചെയ്യുന്നത്. ആ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കിട്ടുന്ന VIP പ്രിവിലേജ് ആണ്. നമ്മൾ താഴത്തെ ആ ഒരു തിരക്ക് കൂടിയ ആ ഗ്രൗണ്ട് ഫ്ലോറിലല്ല നമ്മൾ നിൽക്കേണ്ടത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കായിട്ടൊരു ടേബിൾ ഉണ്ടാവും, അതിൽ ചെയർ ഉണ്ടാവും. അത് കൂടാതെ നമുക്ക് സെക്യൂരിറ്റി ഉണ്ടാവും. നമ്മുടെ കയ്യിലെല്ലാം അവരൊരു ടാഗ് തരും. നമ്മൾ ആ ടാഗ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്യൂരിറ്റിയാണ്. നമ്മൾ എവിടെയൊക്കെ പോകുന്നു, ആ തിരക്കിനിടയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ പുറകെ സെക്യൂരിറ്റി വന്ന് നമുക്ക് വേണ്ടി വഴി ഒരുക്കി തരും. നമ്മൾ വാഷ്റൂമിൽ പോവുകയാണെങ്കിൽ വരെ പുറകെ കൂടെ വരും. നമ്മളെ അക്കമ്പനി ചെയ്ത് ഫുൾ ടൈം സെക്യൂരിറ്റി ഉണ്ടാവും. അതാണ് ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത്. ആ ഒരു പ്രിവിലേജിൽ ഒരു രാത്രി മുഴുവൻ ആ നൈറ്റ് ക്ലബ്ബിൽ നിൽക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. നിങ്ങൾ ഗ്യാങ് ഒക്കെ ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. ഇനി പട്ടായയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 ടൈപ്പ് ക്ലബ്ബുണ്ട്. അതിലൊരു ടൈപ്പ് ക്ലബ്ബാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. ബാക്കിയുള്ള 3 ടൈപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോഗോ പാർലേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഗോഗോ പാർലേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള നമുക്ക് യൂട്യൂബിൽ ഓപ്പണായിട്ട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നടക്കുന്ന ക്ലബ്ബുകളായിരിക്കും. അപ്പോൾ ഈ ക്ലബ്ബുകളിൽ ചിലതിൽ നമുക്ക് എൻട്രി ഫീ ഉണ്ടാവും, ചിലതിൽ നമുക്ക് എൻട്രി ഫീ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ റഷ്യൻ ഗേൾസ് ആണ്, കൊറിയൻ ഗേൾസ് ആണ്, സൗത്ത് ആഫ്രിക്കൻ ഗേൾസ് ആണ്, അങ്ങനെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെ പേര് പറഞ്ഞ് ആ ഗേൾസ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യക്കാരും അതുകൂടാതെ ബാക്കിയുള്ള വിദേശീയമായിട്ടുള്ള ആൾക്കാരുണ്ടാവും. എൻട്രി ഫീ ഇല്ല, അല്ലെങ്കിൽ എൻട്രി ഫീ ഉണ്ട് എന്നൊക്കെ രീതിയിലേക്കുള്ള പല ക്ലബ്ബുകളും കാണാം. അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ കയ്യിലുള്ള കാശ് മറ്റൊരാൾ മേടിച്ചെടുക്കുക എന്നുള്ളതിന് ഒരു കഴിവ് വേണം. അപ്പോൾ ഈ ടിപ്പ് കൾച്ചർ എന്നുള്ള പേരിൽ നമ്മുടെ കയ്യിലുള്ള കാശ് മേടിച്ചെടുക്കാൻ, അതായത് തട്ടിയെടുക്കാനെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ വില്ലിംഗ്ലി കൊടുക്കുന്നതിന് നമ്മൾ തട്ടിയെടുക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിയെടുക്കാൻ കഴിവുള്ള വളരെ ക്രിയേറ്റീവായിട്ട് കഴിവുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. അത് ആണുങ്ങളും ഉണ്ടാവും, പെണ്ണുങ്ങളും ഉണ്ടാവും. അപ്പോൾ ടിപ്പ് കൾച്ചറിൻ്റെ പേരിൽ ഇങ്ങനെ കുറേ കാശ് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഈ പാർലേഴ്സിൽ നമ്മൾ കയറുമ്പോൾ ചില സമയങ്ങളിൽ അവിടെ നടക്കുന്ന അവിടെ പല ഷോയും ഉണ്ടാവും. അവർ ഷോ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഈ ഷോ നടക്കുമ്പോൾ നമുക്കവിടെ വെറുതെ നിന്ന് ചുമ്മാ കയറി ആ ഷോ കാണാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ എന്തെങ്കിലും ഡ്രിങ്ക് വാങ്ങണം എന്ന് പറയും. അപ്പോൾ ഈ ഡ്രിങ്കിന് ഒരു 10 ഇരട്ടി വിലയൊക്കെ ഉണ്ടാവും അവിടെ. ഒരു ബിയറൊക്കെ നമുക്ക് 50 ബാത്തിന് കിട്ടുന്ന ചിലപ്പോൾ 500 ബാറ്റിനൊക്കെ ആയിരിക്കും അവിടെ മേടിക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഗേൾസ് നമ്മുടെ അടുത്ത് വന്നിട്ട് ടിപ്പ് ചോദിക്കുന്നുണ്ട്. ഈ ടിപ്പിനൊക്കെ ഒരു മിനിമം ടിപ്പൊക്കെ ഉണ്ട്. നമുക്ക് കയ്യിലുള്ള ചില്ലറയോ 10 രൂപ അങ്ങനെയൊന്നും എടുത്ത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പല പല കാര്യങ്ങൾ ഈ പറയുന്ന ക്ലബ്ബുകളിലൊക്കെ അരങ്ങേറുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് എന്നുള്ള നിലയിൽ നമ്മൾ ആദ്യമായിട്ട് പട്ടായയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഇത്രയും കാശ് മുടക്കാൻ റെഡിയാണ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളുടെ 2.7 കൊടുത്താലാണ് നമുക്ക് ഒരു തായ് ബാത്ത് കിട്ടുള്ളൂ. അപ്പോൾ 50 ആവട്ടെ 100 ആവട്ടെ ഇത്രയും തായ് ബാത്ത് ടിപ്പ് കൾച്ചർ എന്നുള്ള പേരിൽ വേറൊരാൾക്ക് ചില സമയങ്ങളിലെല്ലാം നമ്മൾ സന്തോഷത്തോടുകൂടി നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ കൊടുക്കുന്നതിനാണ് ടിപ്പ് എന്ന് പറയുന്നത്. അത് ആ രീതിയിലായിരിക്കില്ല നമ്മൾ കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ അരങ്ങേറാറുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഡാൻസ് ക്ലബ്ബ് ആണെന്നുണ്ടെങ്കിൽ ഈ ലിക്കറിൻ്റെ അളവിലുള്ള ആ ഒരു സ്കാം അല്ലാതെ വേറെ കാര്യമായിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്ന സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ ക്ലബ്ബുകളും ഈ ഗോഗോ എന്ന് പറയുന്നത്, പിന്നെ പല പല ഷോ നടക്കുന്ന ക്ലബ്ബുകൾ എന്നൊക്കെ പറയുന്നത്, ഇതെല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ കാശ് പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് പട്ടായ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നവർക്ക് പല രീതിയിൽ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. പിന്നെ ഈ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്ത്രീകളുണ്ടാവും. അപ്പോൾ അവരെ കണ്ട് അട്രാക്റ്റീവായിട്ട് അവർക്ക് അഡ്വാൻസ് കൊടുക്കുന്ന പരിപാടി എന്നൊക്കെ പറയുന്നത് നടത്തില്ല. പ്യുവർ സ്കാമാണ്. നിങ്ങൾക്ക് പിന്നെ അവരുടെ അഡ്രസ്സ് പോലും കിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്ന കാശുണ്ടല്ലോ, അത് നമ്മൾ ചിലവാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വില്ലിങ്ങിനോടെ നമ്മൾ സ്കാമിൽ പെട്ടത് പോകരുത്. അതൊരു നമുക്ക് സങ്കടം ഉണ്ടാകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ എസ്കേപ്പ് അടിക്കുക. അപ്പോൾ ബാക്ക് ടു നമുക്ക് നമ്മുടെ പട്ടായ ട്രാവൽ വ്ളോഗിലേക്ക് പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ പല കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ യൂട്യൂബിലുണ്ട്, അതുകൊണ്ടാണ്. സോ ബാക്ക് ടു ട്രാവൽ വ്ളോഗ്. ഓക്കെ, നമ്മൾ വന്നപ്പോൾ പട്ടായെന്ന് ഈ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഇവിടം വരെ എത്താനായിട്ട് നമ്മൾ 50 ബാട്ടാണ് കൊടുത്തുള്ളൂ. പക്ഷേ തിരിച്ചു പോകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കാലി വണ്ടിയായിരിക്കും. കാരണം മറ്റേത് എല്ലാവരുടെയും കൂടെയൊക്കെ ചേർത്ത് ഒരാളിനെ 50 ദിവസം മേടിക്കാനുള്ളൂ. പക്ഷെ നമ്മളിത് ഒറ്റക്ക് നമ്മളിങ്ങനെ കൊണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ ഇരട്ടി, അതായത് 100 ആണ് അവർ ചാർജ് ചെയ്യുന്നത്. പക്ഷേ
നിങ്ങൾ 75 എന്ന് പറഞ്ഞു നോക്കുക. 75 എന്ന് പറയുമ്പോൾ അവരൊരു 75 പറ്റൂല എന്നൊക്കെ പറഞ്ഞ് അവസാനം ഒരു 80 ബാട്ടിൽ സംഭവം കഴിയും. അപ്പോൾ ഇതാണ് തിരിച്ച് പട്ടായ ബസ് സ്റ്റാൻഡിലേക്ക് പോകാനുള്ളത്. ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ എത്തിയിട്ട് സൺഡേ ആയതുകൊണ്ടും പിന്നെ ഇവിടുത്തെ എന്തോ ഒരു റിലീജിയസ്, ഇവിടെ 4 ദിവസം ഡ്രൈ ഡേ ആയിരുന്നു കേട്ടോ. കറക്റ്റ് കാലം എത്തി 4 ദിവസം ഡ്രൈ ഡേ ആയിരുന്നു. എന്തോ ബുദ്ധൻ്റെ എന്തോ ഒരു ഫെസ്റ്റിവൽ അല്ല, എന്തോ ഒരു ഓസ്പീഷ്യസ് ഡേ. അപ്പോൾ അത് പ്രമാണിച്ചൊരു ഡ്രൈ ഡേ ആയിരുന്നു 4 ദിവസം. അപ്പോൾ അതൊക്കെ ഇന്നാണ് മാറുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഈ സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടായയിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ നിങ്ങളും നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം പോസ്റ്റ് അടിക്കേണ്ടി വരും. നമ്മൾ മറ്റേ മോക്ഷത്തിൽ കണ്ട പോലത്തെ ഉള്ള ഒരു ബസ് ടെർമിനലല്ല പട്ടായയിലുള്ളത്. നല്ല വെയിലാണ്, ഇത് കണ്ടോ. ഈ കിടിലം വെയിലത്ത് ആ ഒരു ഷീറ്റിൻ്റെ താഴെ നിന്ന് ചൂടെടുക്കുന്നതിനേക്കാളും നല്ലത് കറക്റ്റായിട്ട് ബുക്ക് ചെയ്ത് വെക്കുക. ആ സമയമാകുമ്പോൾ അവിടെ ചെല്ലുക, നേരെ AC ബസ്സിലേക്ക് കയറുക. അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ പട്ടായ മൂവി ടൂർ ഏകദേശം തീരാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ബസ് സ്റ്റേഷനിൽ നിന്ന് നേരെ മോച്ചിട്ട് നിന്ന് ഒരു 30 ബാട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എയർപോർട്ടിൽ കൊണ്ട് ഇറങ്ങും. അപ്പോൾ എയർപോർട്ടിൽ എത്തുന്നത് കുറച്ച് നേരത്തെ ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല. ലൗഞ്ച് ആക്സസ് ഉണ്ട്. കൊച്ചിയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ലൗഞ്ച് പോലെ അല്ല ഇവിടുത്തെ ഇൻ്റർനാഷണൽ ലൗഞ്ച് എന്ന് പറയുന്നത്. അതൊരു കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉള്ളത്. അത് നമുക്ക് കാണാം. പിന്നെ ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. കാര്യം നമ്മളുടെ കയ്യിൽ തിരിച്ചു പോകുമ്പോൾ ഇതുപോലെ തായ് ബാറ്റ് ഒരുപാടൊക്കെ ബാക്കിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചത് കൊടുത്ത് US ഡോളർ ആക്കണമല്ലോ. അപ്പോൾ US ഡോളർ ആക്കുമ്പോൾ നമുക്ക് വരുന്ന നഷ്ടം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു $100 മാറ്റുമ്പോൾ ഒരു 60 തായ് ബാത്തൊക്കെ ആയിരിക്കും നഷ്ടം. 60 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 200 രൂപയുടെ അടുത്തൊക്കെ നഷ്ടമുള്ളൂ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോഴും ഒന്നെങ്കിൽ 50ൻ്റെ US ഡോളർ കിട്ടുന്ന രീതിയിലുള്ള തായ് ബാത്തോ അല്ലെങ്കിൽ 100ൻ്റെ US ഡോളർ കിട്ടുന്നുള്ള തായ് ബാത്തോ ആ രീതിയിൽ കയ്യിലാക്കി വെക്കുക. 50 100 ഒക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏത് എക്സ്ചേഞ്ചിനുള്ളിലും കിട്ടാം. പക്ഷേ ചെറിയ നോട്ട്സ് ഉണ്ടല്ലോ, അതായത് 10ൻ്റെ 20ൻ്റെ 5ൻ്റെ 1ൻ്റെ അതൊക്കെ ഇവർക്ക് കിട്ടുന്നത് കുറവാണ്. ഇവർക്ക് കിട്ടുന്നതുള്ള നമുക്ക് തിരിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്കിപ്പോൾ വേണ്ടി വന്നത് 30 കറക്റ്റ് 30 US ഡോളർ തിരിച്ചിട്ടാവുന്ന രീതിയിലുള്ള ആ കറക്റ്റ് 1000 ബാറ്റായിരുന്നു. 1000ൻ്റെ ഒരൊറ്റ നോട്ടാണ് എൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായത്. ബാക്കി ചില്ലറയൊക്കെ ഞാൻ കീപ്പ് ചെയ്തു. അപ്പോൾ ഈ 30 കിട്ടാൻ വേണ്ടി ഇച്ചിരി നടക്കേണ്ട വന്നു. ഓൾമോസ്റ്റ് ഒരു 4 എക്സ്ചേഞ്ചിൽ നടന്നിട്ടാണ് കിട്ടിയത്. അത് അവസാനം ഒരു ചെറിയൊരു എക്സ്ചേഞ്ച്, എനിക്ക് തോന്നുന്നു അവിടെ ചെറിയ നോട്ട് മാത്രം കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയുള്ളൊരു ചിന്ന എക്സ്ചേഞ്ചിൽ ചെന്നു. അപ്പോൾ അവിടെ ഭാഗ്യത്തിന് കറക്റ്റായിട്ട് എല്ലാം 5ൻ്റെ ആയിരുന്നു. 5. അപ്പോൾ അങ്ങനെ 5ൻ്റെ ആണെങ്കിലും കറക്റ്റ് 30 കിട്ടി. 30 കിട്ടിയിട്ട് ബാക്കി ചില്ലറ കുറച്ച് അവർ തായ്പാത്തും തന്നു. അപ്പം അങ്ങനെ ആ 1000 ഞാൻ ഒഴിവാക്കി. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും 50 100 ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോവുക, നോട്ട് കയ്യിലേക്ക് മേടിക്കുക, തിരിച്ചു പോവുക. അല്ലെങ്കിൽ ഇങ്ങനെ അലയേണ്ടി വരും. ഇവിടെ ഈ വെയിലത്ത് അലയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ടാസ്ക്കാണ്. അങ്ങനെ പട്ടായയിൽ നിന്ന് മോച്ചിട്ടെത്തി. മോച്ചിത്തിൽ നിന്ന് അടുത്ത ബസ് കയറി എയർപോർട്ടിലേക്ക്. ഓക്കെ, പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. അതായത് പട്ടായയിൽ നിന്ന് നമ്മൾ കയറുന്ന ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, മോച്ചിത്ത് 2 എന്ന് പറയുന്നത്, അവിടെ നിന്ന് തന്നെ എയർപോർട്ടിലേക്ക് ബസ് ഉണ്ട്. വേറെ എവിടെയും പോകേണ്ട. ആ ബസ് അവിടെ കൊണ്ടുവന്ന് ഇറക്കും. ബസ് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് നേരെ ആ പറഞ്ഞ ബസ് ടെർമിനലിൻ്റെ അവിടെ നിന്ന് നേരെ അവിടെ പുറത്ത് തന്നെ ഒരു ചെറിയ ബസ് സ്റ്റാൻഡ് ഉണ്ട്. എയർപോർട്ടിലോട്ടൊക്കെ ഉള്ള പോലത്തെ ഒരു ചെറിയ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ബസ് സ്റ്റാൻഡ് അവിടെ എഴുതിയിട്ടുണ്ട്, പബ്ലിക് ബസ് സ്റ്റാൻഡ് എന്നുള്ളത്. അവിടെ നിൽക്കുക. A1 എന്ന് പറയുന്ന ബസ്സാണ്. അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടോ A1 ഏത് റൂട്ടിലാണ് പോകണമെന്നുള്ളത്. നേരെ A1 കയറുക. 30 ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് വന്ന് ഇറങ്ങാം. സിമ്പിൾ. അങ്ങനെ എയർപോർട്ടെത്തി ടിക്കറ്റ് കളക്ട് ചെയ്തു. ഇനി പാസ്പോർട്ട് കൺട്രോൾ. സെക്യൂരിറ്റി ചെക്കിൽ വൻ കോമഡികളൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ മരിവാന ലീഗലാണെന്നും പറഞ്ഞ് ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാൻ നോക്കി അങ്ങനെ ഉണ്ടാവും. നമ്മുടെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഓരോരോ കോമഡീസേ ഉള്ളതായാലും മരിവാന ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പോണേ. നല്ല സാധനം ഇന്ത്യയിൽ കിട്ടുള്ളൂ. Hari, Mr. Hawkins, Hari, Mrs. Free, Taylor. So it's including all the Hawkins items here. Please come to the Taylor report team and the Taylor host immediately. Thank you. Sorry? ഇവിടെ നല്ല അടിപൊളി മഴ പെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ആംബിയൻസിലൂടെ ഇരിക്കുക. Steam rice box to stir fried green curry, stir fried chicken.
stir fried potato, baked chicken with curry sauce. Okay. ഇതൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. റെഡ് ലേബിൾ മോൺക്ലെയർ. ഓക്കെ. ഇങ്ങനെ വ്യൂവും കണ്ട് ഇങ്ങനെ ഇരിക്കാം ഈ ലോഞ്ചിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ ആൽക്കഹോൾ അൺലിമിറ്റഡ് ആണ്. ആക്ച്വലി ഇതിൻ്റെ പേര് മിറാക്കിൾ ലോഞ്ച് എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം കയറിയത് കോറൽ എന്ന് പറഞ്ഞ ലോഞ്ചിലാണ്. അപ്പോൾ ഈ കോറൽ ലോഞ്ചിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അവിടെ സ്റ്റാഫുണ്ട്. അവിടെ സ്റ്റാഫ് നമുക്ക് ഈ കോക്ടെയിലൊക്കെ മിക്സ് ചെയ്ത് തരും. അതൊരു അടിപൊളി സംഭവമാണ്. ഒരുപാട് ഫ്ലേവറിലുള്ള കോക്ടെയിലൊക്കെ ഉണ്ട്. പല പല ഫ്ലേവർ, പല കളറിൽ, ഇതെല്ലാം കളർഫുള്ളാണ്. അപ്പോൾ എന്താ പറയുക, നല്ല കിഡിലും കപ്പാസിറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആണ്, മുതലാക്കി വിടാം. ഇവിടെയും അൺലിമിറ്റഡ് തന്നെയാണ്. പക്ഷേ ഇവിടെ സെൽഫ് സർവീസ് പോലെയാണ്. നമ്മൾ തന്നെ ഐസൊക്കെ എടുത്തിട്ട് നമ്മൾ തന്നെ ഒഴിച്ച് നമ്മൾ തന്നെ കഴിക്കുക, ആ ഒരു ഇതാണ്. പിന്നെ വീണ്ടും പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാൾ ഇപ്രാവശ്യം വന്നപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ടേക്ക് അവേ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2000 ബാറ്റ് ഫൈൻ അടിക്കും എന്നുള്ളൊരു ബോർഡാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യക്കാർ കാരണമായിരിക്കണം, അല്ലാതെ നല്ല കിടിലൻ സിവിക് സെൻസ് ഉള്ള ആൾക്കാരാണല്ലോ നമ്മൾ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ 2000 ബാറ്റ് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. 4-5 ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ. അതെല്ലാം കൊള്ളാം, രസമായിട്ടുണ്ട്. ഓക്കെ, ആദ്യമായിട്ടാണ് എമർജൻസി എക്സിറ്റിൽ സീറ്റ് ഇടുന്നത്. ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കിടിലൻ ലെഗ് സ്പേസാണ് കേട്ടാ. ഇനി ഫ്ലൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്കൊരു ട്രിക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഇത് എയിൽ സീറ്റാണല്ലോ. അപ്പോൾ നമുക്ക് ഈ സീറ്റ് ഇതിങ്ങനെ പൊക്കാം, ഇതിങ്ങനെ പൊക്കാം. പക്ഷേ എയിൽ സീറ്റ് ഇങ്ങനെ പൊക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഇവിടെ ആയിട്ടുണ്ടല്ലോ, ഇവിടെ ആയിട്ടൊരു സ്വിച്ച് ഉണ്ടാവും. ഈ സ്വിച്ചില്ലേ, ഈ സ്വിച്ച് ഇങ്ങനെ ഞെക്കി പിടിക്കുക, ഇങ്ങനെ പൊക്കാം. ഇതൊരു വലിയ സംഭവമൊന്നുമല്ല. ഇതറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, എന്നാലും അറിയാത്ത കുറച്ച് പെർസെൻറ്റേജ് ഉണ്ടാവുമല്ലോ. തായ്ലൻഡിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ പോകുന്ന ടൈഗർ പാർക്ക് ആണെങ്കിലും, ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണെങ്കിലും, അൽക്കസാർ ഷോ ആണെങ്കിലും, കോറൽ ഐലൻഡ് ആണെങ്കിലും, സഫാരി വേൾഡ് ആണെങ്കിലും തുടങ്ങിയ ടൂറിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളുടെ ഇൻഫോർമേഷൻസ്, അവിടുത്തെ ടിക്കറ്റ്, അവിടേക്ക് എങ്ങനെ എത്തിച്ചേരാം തുടങ്ങിയ ഇൻഫോർമേഷൻസ് എല്ലാം എനിക്ക് ഈ വ്ളോഗിൽ നൽകാൻ സാധിച്ചിട്ടില്ല. ഇതൊരു പ്യുവർലി ഒരു തായ്ലൻഡ് മൂവി ട്രിപ്പ് ആയിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, തായ്ലൻഡിനെ കുറിച്ച് എന്ത് കാര്യങ്ങളാണെങ്കിലും, ഞാനൊരു 7-8 പ്രാവശ്യം പോയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ എന്ത് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു മൂവി ട്രിപ്പ് എന്നുള്ള രീതിയിൽ തായ്ലൻഡിലേക്ക് പോയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളുള്ളൂ. എന്നാൽ പോലും തായ്ലൻഡിലുള്ള പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിലുള്ള കുറച്ച് ഇൻഫോർമേഷൻസ്, ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ്റെ കുറച്ച് ഇൻഫോർമേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയാനുണ്ടെങ്കിൽ വെറുതെ ഹായ് എന്ന് അയക്കരുത്. നിങ്ങൾക്ക് എന്താണ് അറിയാനുള്ളതെല്ലാം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതായിരിക്കും. സോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.